പലപ്പോഴും പറയണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് രതീഷ്. രതീഷിൻ്റെ ഒരു എൻട്രി ഇന്ന് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രതീഷും അപ്സരയും ജാസ്മിനും കൂടെ ചേർന്നൊരു സംഭാഷണം. അപ്പോൾ അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൃശ്ശൂർക്കാരെല്ലാം ഇങ്ങനെ തന്നെയാണോ, അരണബുദ്ധിയാണോ, അത് ഇച്ചിരി ബുദ്ധിയേ ഉള്ളോളോ? രണ്ടെണ്ണം നന്ദന ഇവർക്ക് ഈ ഗെയിം എന്താണെന്നോ അതിൻ്റെ ഒരു ഡെപ്തോ അല്ലെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കണമെന്നോ രണ്ടെണ്ണത്തിന് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ അവരൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് ഈ പറയുന്ന അപ്സരയുടെ അടുത്തും ജാസ്മിൻ്റെ അടുത്തും. രണ്ട് പെമ്പിളരോട് ചേർന്ന് ശരിക്കും ഊക്കി അങ്ങ് വിടുന്നുണ്ട്. അപ്സരയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാനേ അല്ല, ഞാൻ ആദ്യം വന്നപ്പോൾ അത് കൂടിപ്പോയി, പക്ഷെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ആദ്യം ഞാൻ ഫേക്കായിരുന്നു, പിന്നെ ഞാൻ റിയലായി. അവിടെ തന്നെ പൊളിഞ്ഞില്ലേ? നീ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നപ്പോൾ നീ ഫേക്കായിട്ടാണ് വന്നത് എന്ന് സ്വയം അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് മനസ്സിലാക്കിയിട്ടാണോ എന്തോ അപ്സര പറഞ്ഞു, എനിക്ക് ആദ്യമേ മനസ്സിലായിരുന്നു നിങ്ങൾ ഓവറായിരുന്നു, നിങ്ങളിവിടെ ആപ്റ്റ് അല്ലായിരുന്നു, നിങ്ങളിവിടുന്ന് പോകേണ്ട ആൾ തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ അപ്സര ശരിക്കങ്ങ് ഊരി വാരി വിടുന്നുണ്ട്. അതിൻ്റെ കൂടെ അടുത്തെന്നാൽ പിന്നെ ജാസ്മിൻ്റെ അടുത്താകാമെന്ന് പറഞ്ഞിട്ട് അടുത്തൊരു എക്സ്പ്ലനേഷൻ ജാസ്മിന് കൊടുക്കുന്ന കണക്ക് നമ്മൾ പബ്ലിക്കിന് തരുന്നൊരു ഇതാണ്. അതായത് ഈ ഒരു വീട് ഭയങ്കര മഹത്തരമായ ഒരു ബൃഹത്തരമായ ഭയങ്കര സംഭവമാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തോ ആ വീടിന് ഇത്ര പ്രത്യേകത, എന്താണ് ഇത്ര പ്രത്യേകത? അത് ഒരു ഓപ്പർച്യൂണിറ്റി, ഓഫ് കോഴ്സ് അതൊരു ഓപ്പർച്യൂണിറ്റി എന്നതിനപ്പുറം അതിന് ഭയങ്കരമായൊരു വാല്യൂ കൊടുത്തുകൊണ്ട് ഈ രതീഷ് സംസാരിക്കുന്നത് ഇപ്പോഴും അയാൾ ഫേക്കായി തന്നെ തുടരുകയാണെന്നുള്ളതിന് തെളിവല്ലേ. അയാൾ കുറേ ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കി ശരി ഒരു ആക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ അയാൾ നല്ലൊരു കലാകാരനാണ്, അതിൽ തർക്കമില്ല, നല്ല കലാകാരനാണ്. ആ കല അതുപോലെ കീപ്പ് ചെയ്തിട്ട് കുറച്ചുകൂടെയൊക്കെ ഒരു ബ്രെയിൻ അത്യാവശ്യം നമ്മളൊരു ജില്ലയെ പ്രതിനിധീകരിക്കാനല്ലോ, തൃശ്ശൂർ എന്ന ജില്ലയെ പ്രതിനിധീകരിച്ച് പോകുന്നതാണ്. വാസ്തവത്തിൽ എനിക്കിപ്പോഴാണ് മനസ്സിലായത്, സുരേഷ് അണ്ണനെ ജയിപ്പിച്ച് വിട്ടത് ഈ വെറ്റോളല്ലേ. തീർച്ചയായിട്ടും ഈ രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. രണ്ടെണ്ണവും കണക്കാം. ഒരുത്തിയുടെ അടുത്ത് നമ്മൾ പഠിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചൊക്കെ റിവ്യൂസ് കാണാതിരിക്കുമോ? പലരും പറയുന്നുണ്ട് നന്ദനയെ, ശരിക്കും പറഞ്ഞാൽ നന്ദനയ്ക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയത് വാഴയാണെന്ന്. പിന്നെ വാഴയുടെ വാലി ചുരുട്ടി നടക്കുന്നത് കണ്ടോ? കയറുമ്പോൾ എന്താണ് പറഞ്ഞിരുന്നത്, അതിനകത്ത് നടക്കുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്താണ് പുറത്തേക്ക് വരുന്ന ഇമ്പാക്റ്റ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്ത് കയറിയിട്ടും വീണ്ടും മറ്റൊരു രീതി പെർഫോം ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഒരു നിലപാടില്ലാത്ത വ്യക്തികളാണെന്ന് തെളിയിക്കുകയല്ലേ ചെയ്യുന്നത്. അത് നന്ദനയായിരുന്നാലും ശരി, രതീഷ് ആയിരുന്നാലും ശരി, ബോത്ത് സെയിം കേട്ടോ. രണ്ടു പേർക്കും ഒരു നിലപാടില്ലായ്മയുണ്ട്. അത് രതീഷിന് തീർത്തും ഇല്ലാതെയുണ്ട്. അത് ഇന്ന് ഇവർ തമ്മിലുള്ള ആ സംഭാഷണത്തിൽ കൃത്യമായിട്ടുണ്ട്. നമ്മളിങ്ങനെ സംസാരിക്കുമെന്നോ, നമ്മളിങ്ങനെ ഇരിക്കുമോ, പിന്നെ നിങ്ങളെന്തിനാ പിന്നെ അതിനകത്ത് പോയത്? ഓഫ് കോഴ്സ് സംസാരിക്കുമല്ലോ. പിന്നെ ഒപ്പോസിഷൻ പറഞ്ഞതിൻ്റെ ഒരു ദേഷ്യം ജാസ്മിൻ കാണിക്കുന്നത്. അപ്പോൾ പേഴ്സണൽ ഗ്രഡ്ജ് ഇല്ല എന്ന് സമർത്ഥിക്കുന്ന ജാസ്മിൻ PR-കൾക്ക് ഇതൊരു തിരിച്ചറിവായിരിക്കും. എനിക്കറിയില്ല ഇത് എപ്പിസോഡിൽ വരുമോ ഇല്ലെന്നറിയാം. ഞാൻ ലൈവിൽ കണ്ടൊരു കാര്യമാണ് പറയുന്നത്. ജാസ്മിനും അപ്സരയും ബീം ബാഗിൽ കിടക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നിട്ട് രതീഷ് സംസാരിക്കുന്ന ഒരു സംസാരം, അതിനകത്ത് രതീഷ് പറയുന്ന കുറേ അധികം കാര്യങ്ങളിൽ അപ്സരയോടും കൺവിൻസ് ചെയ്യുന്നുണ്ട്, ജാസ്മിനോടും കൺവിൻസ് ചെയ്യുകയാണ്. അതായത് ഞാൻ ഇങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയായിരുന്നില്ല ഉദ്ദേശിച്ചത്, ഇത് മറ്റൊരു ലോകമാണ്, ഇതിലിങ്ങനെയാണ്, നിങ്ങളിവിടെ പ്ലേ ചെയ്യുന്നതാണെന്ന് എനിക്ക് സന്തോഷം തോന്നുന്നു, വിഷമം തോന്നുന്നു, എനിക്ക് കളിക്കാൻ പറ്റാതെ പോയതിലുള്ള സന്തോഷം, അങ്ങനെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പുള്ളി പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ വന്നപ്പോൾ കുറച്ച് ഓവറായിപ്പോയി, ഞാൻ അത്രയും ഓവറാവാൻ ആഗ്രഹിച്ചിരുന്നില്ല, ആക്ച്വലി അത് അങ്ങനെ വന്നു പോയതാണ്, ഒരാഴ്ചയിൽ എന്നെ പുറത്തേക്ക് വിടാതിരുന്നെങ്കിൽ ഞാൻ ഉള്ളിലുള്ള കുറച്ചുകൂടെ പെർഫോമൻസ് നിങ്ങൾക്ക് കാഴ്ചവെക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടാതെ പോയത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ പോകേണ്ടി വന്നത്. രണ്ടാമത് വന്നപ്പോഴത്തേക്ക് അയാൾക്ക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ബിക്കോസ് അയാൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അയാൾക്ക് ഒരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം 3 പ്രാവശ്യം ഒരേ ഷോയിൽ തന്നെ വീണ്ടും ഗോ ആൻഡ് എൻട്രി എന്നൊരു ടേം അയാൾക്ക് മാത്രമായിരുന്നു. പിന്നെ എന്തോ ഒരു സൂചന ജാസ്മിന് പറയാൻ പോകുന്നു എന്നുള്ളതായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അതാണ് ഞാൻ കുറച്ച് അധികം നേരം കേട്ടത്. അല്ലെങ്കിൽ അയാളുടെ തട്ടുപൊളിപ്പം പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ഭയങ്കര ബോറിംഗ് ആണ്. പിന്നെ പുള്ളി പറയുന്നത് എനിക്ക് പിന്നെ പവർ റൂമിൽ കയറാൻ പറ്റില്ല, ആ പവർ റൂമല്ലേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത്ര സില്ലി ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ആളുടെ മനസ്സിലേക്ക് കയറുന്നതാണ്. സില്ലി, അതായത് ശുദ്ധൻ ആയി സംസാരിക്കുമ്പോൾ ആളുകൾ കുറച്ച് ശുദ്ധൻ ആണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു. ഒരിക്കലുമല്ല, അയാൾ ശുദ്ധനേ അല്ല. കാരണം ഫസ്റ്റ് പെർഫോമൻസ് തന്നെ വളരെ റോങ് ആയിരുന്നു, ഫേക്ക് ആയിരുന്നു. അത് പുള്ളി തന്നെ സമർത്ഥിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയുന്നതാണ്, ഞാൻ അന്ന് വന്നപ്പോൾ ഞാൻ നിന്നെപ്പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞത് ഉള്ള ദേഷ്യം കൊണ്ടാണ് നീ എന്നോട് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, ആക്ച്വലി ഞാൻ ഇങ്ങനെയല്ല, ഞാൻ വളരെ ഈ ഒരു ടോൺ, അതായത് ഇങ്ങനെ ഒരു രീതിയിൽ അത് വളച്ചു കൊണ്ടുവരുന്ന എന്തിനാണെന്ന് അറിയത്തില്ല. ഇതേ സെയിം തിങ് തന്നെയാണ് നന്ദന കരയുന്നു, നന്ദന അനിയത്തി കുട്ടിയാകുന്നു, നന്ദനയുടെ കുറേ ഡ്രാമ വേറെ രീതിയിൽ വരുന്നു. നമുക്കൊരു പ്ലാറ്റ്ഫോമാണ്, അത് ഓപ്പർച്യൂണിറ്റിയാണ്.
അതിനകത്ത് നമ്മളെന്ന വ്യക്തിയെ മോൾഡ് ചെയ്യാനുള്ളൊരു അവസരവും കൂടിയാണ് അത് തരുന്നത്. വാസ്തവത്തിൽ ഇവർ പോകുന്നതിന് മുമ്പ് ഇവർക്ക് അവിടെയുള്ള സൈക്കോളജിസ്റ്റ് ആയിരുന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗൈഡ് ലൈൻ കൊടുക്കാൻ ഒരു വ്യക്തി ഉണ്ടാവണം. അവരോടത് കാര്യം കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം അകത്തേക്ക് വിടാൻ. ഒരുപക്ഷെ ഒരുപാട് അങ്ങ് ഹാർഡ് മലയാളം അങ്ങനെ ആ രീതിയിൽ പറയാതെ അവർക്ക് മനസ്സിലാകുന്ന അവരുടേതായ ഒരു കമ്മ്യൂണിക്കേഷൻ ഇത് വെച്ചിട്ട് കൃത്യമായി പറഞ്ഞു കൊടുത്ത് അകത്തേക്ക് വിടണമായിരുന്നു എന്നുള്ളതാണ് ഈ രണ്ടുപേരുടെ പെർഫോമൻസിൽ ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദന ഇതുവരെയും വന്നിട്ടില്ല, ഇപ്പോൾ വന്നിട്ടുള്ള രതീഷാണ്. പക്ഷേ രതീഷ് സത്യം പറഞ്ഞാൽ കിളിപോയ ഒരാളാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. പുള്ളി പറയുന്നു, ഞാൻ ജയിലിൽ കിടന്നു, എനിക്ക് ജയിലിൽ കിടക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ പവർ റൂമിൽ കയറണം, താമരയ്ക്കകത്ത് കിടക്കണമെന്നുണ്ടായിരുന്നു, ഞാൻ അതിൽ കിടന്നു, പിന്നെ ഞാൻ പവർ റൂമിൽ പിന്നെ ഞാൻ ജയിലിനകത്ത് കാണിച്ചത് ഞാൻ കുറുമ്പിനെ എടുത്ത് വെച്ച് കളിപ്പിച്ചിട്ടാണ്. അന്ന് ഞാൻ കുറേയൊക്കെ, അതായത് പുള്ളി എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നു നമ്മളെടുത്ത്, ഞാൻ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇതൊക്കെ ഒന്ന് പുറത്ത് കൊടുത്തിട്ടില്ല എന്ന് ബിഗ് ബോസിനോട് പറയുന്നതായിട്ടും ഒരു ഫീലിംഗ് നമുക്കുണ്ട്. സോ ആകെ മൊത്തത്തിൽ എവിടെയോ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് രതീഷിന് മനസ്സിലായിട്ടുള്ളത്. കണ്ടപ്പോൾ ഇതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഈ വീഡിയോ ചെയ്തിരുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.